എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്ത അതിഥിയായി എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആവോലി പഞ്ചായത്തിലെ ഷെൽമി ജോൺസ് ആണ്. സ്വാഗതം ശ്രീമതി ഷെൽമി ജോൺസ്. 5 വർഷം പൂർത്തീകരിച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പഞ്ചായത്തിന്റെ ഇതുവരെയുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ്. എറണാകുളം ജില്ല മൂവാറ്റുപുഴ ബ്ലോക്ക് ആവോലി ഗ്രാമപഞ്ചായത്ത് ഒരു വളരെ നല്ല പഞ്ചായത്തായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു പ്രസിഡന്റായ ആളാണ് ഞാൻ. നമ്മുടെ പഞ്ചായത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൗതുകമാണ്. ആവോളം ഓലികളുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഒരു സൈഡിലൂടെ തൊടുപുഴപ്പുഴയും മറു സൈഡിലൂടെ കാളിയാർ പുഴയും നമ്മളെ തൊട്ടൊഴുകുന്നു. അതുപോലെ തന്നെ മഞ്ഞളൂർ പഞ്ചായത്തും ആയോന പഞ്ചായത്തും നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തികൾ പങ്കിടുന്നു. കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഭരണസമിതി നമ്മളോട് ഒറ്റക്കെട്ടായി നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചത്. 14 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ആവോലി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ ഗ്രാമപഞ്ചായത്തിൽ എത്രത്തോളമാണ് ഹരിതകർമ്മസേനയുടെ ഒരു ഇടപെടൽ ആ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്? മാലിന്യ സംസ്കരണ രംഗത്ത് വളരെയധികം പ്രവർത്തനങ്ങളുമായാണ് ആവോലി ഗ്രാമപഞ്ചായത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 28 ഹരിതകർമ്മസേനാംഗങ്ങളുണ്ട്. അവരുടെ പ്രവർത്തനത്തിനായി ആദ്യം തന്നെ പഞ്ചായത്തില് ഒരു ഓട്ടോ വാങ്ങിക്കുന്നതിന് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു MCF സ്ഥാപിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ബിന്നുകൾ കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് സോപ്പ് പിറ്റുകളും കമ്പോസ്റ്റ് പിറ്റുകളും നമ്മൾ കൊടുത്തു. അതുപോലെ ടേക്ക് എ ബ്രേക്കിന്റെ ഒരു നല്ല പ്രോജക്റ്റ്, ഏകദേശം 60 ലക്ഷം രൂപ ഉള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ പൂർത്തീകരിച്ചു വരുന്നു. അങ്ങനെ നിരവധിയായ പദ്ധതികളുമായാണ് പോകുന്നത്. ഇനി അടുത്തതായി നമ്മൾ ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് PM റോഡില് ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ടെൻഡറിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ നിരവധി വെല്ലുവിളികളായിരിക്കും നേരിട്ടുണ്ടാകുക. ഈ വെല്ലുവിളികളൊക്കെ എങ്ങനെയാണ് അതിജീവിച്ച് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്? പലപ്പോഴും നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് അത്രയും വലിയ വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടില്ല എങ്കിലും നമുക്കറിയാം, ഇപ്പം ക്യാമറ സ്ഥാപിക്കുന്നതോടുകൂടി ഒരു പരിധി വരെ നമ്മൾ പറയുന്ന അനുസരിക്കാതിരിക്കുന്നവരെയൊക്കെ നമുക്ക് കൊണ്ടുവരുന്നതിന്, വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങളെ അതാരാണ് അതിന്റെ ഉത്തരവാദി എന്ന് കണ്ടെത്തുന്നതിനൊക്കെ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. മറ്റുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മെമ്പർമാരും എല്ലാവരും കൂടിച്ചേർന്ന് വളരെ നല്ല രീതിയിലാണ് നമ്മൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട നമ്മളുടെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ. ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് നിരവധി പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു. അതുവഴി ഓരോ ഭിന്നശേഷിക്കാരനും വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങളാണ് ആവശ്യമുള്ളത്. ആ ഉപകരണങ്ങളെല്ലാം തന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് വീൽ ചെയർ, ക്രച്ചസ്, ഇനി നടക്കാൻ സഹായിക്കേണ്ടുന്ന ഉപകരണങ്ങൾ, അങ്ങനെ നിരവധിയായ ഉപകരണങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഭിന്നശേഷി സ്കോളർഷിപ്പ്, ഭിന്നശേഷി കലോത്സവം, ഇതെല്ലാം നമ്മൾ നടത്തി വരുന്നു. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് നിരവധിയായ സംരംഭങ്ങൾ ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് പഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതികൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ബ്യൂട്ടി പാർലർ, അതുപോലെ തന്നെ ഒരു ഡ്രൈ ഫ്രൂട്ട് യൂണിറ്റ്, പോപ്കോൺ യൂണിറ്റ്, പഞ്ചായത്തിൽ തന്നെ 4ാം വാർഡിൽ തന്നെ ഉണ്ട്, മിച്ചഭൂമിയുണ്ട്. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കൂടുതൽ വെല്ലുവിളികളൊക്കെ അതിൽ നേരിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അത് സംബന്ധിച്ചുള്ള ആവോലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മിച്ചഭൂമി ഏറ്റെടുത്തിട്ടുള്ള 345 സീറോ ലാൻഡ്ലെസ് ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന 3 സെന്റ് ഭൂമിയും, അതുപോലെ തന്നെ ചെങ്ങറ സമരക്കാർക്ക് കൊടുത്തിരിക്കുന്ന 1/2 ഏക്കറും, അത് 30 ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണെങ്കിൽ കൂടി അതിനകത്ത് കുറേയേറെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ കൂടിയുണ്ട്. ഈ 345 പേർക്ക് അനുവദിച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. നമുക്ക് ആ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അംബേദ്കർ ഗ്രാമ പദ്ധതി, അതൊരു SC ഫീസിബിലിറ്റി ഉള്ള കോളനി ആയതുകൊണ്ട് തന്നെ
SC ആളുകൾക്ക് അനുവദിക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി അവർക്കൊരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റവന്യൂവിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിയും മിച്ചഭൂമിയായി കിടക്കുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിരവധി തവണ നമ്മൾ കയറി ഇറങ്ങിയെങ്കിലും അതിപ്പോഴും നമുക്ക് എത്തപ്പെട്ടിട്ടില്ല. അതിലേക്ക് കടന്നെത്താൻ നമുക്ക് ഏതാണ്ട് ഗവൺമെന്റിലേക്ക് വീണ്ടും ആ ഒരു പ്രപ്പോസൽ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്കൊരു റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടി. ഇപ്പോൾ അവസാനം നമുക്ക് അതിനൊരു 3.45 സെന്റ് സ്ഥലം അതിനകത്തേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ഒരു വഴി നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ വഴി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളും അതിനെ തരണം ചെയ്തുകൊണ്ടുമാണ് ഇപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ 3 സെന്റ് ലഭിച്ചിട്ടുള്ള പലർക്കും അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലും അത് ഏറ്റെടുക്കാതെ കിടക്കുന്ന ഭൂമിയുണ്ട്. അതുപോലെ അതിനകത്ത് നിൽക്കുന്ന വലിയ മരങ്ങൾ, അത് റവന്യൂവിന്റെ കൈവശമാണ് മരത്തിന്റെ അവകാശം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മരങ്ങൾ വെട്ടിയാൽ മാത്രമാണ് അവർക്ക് അതിനകത്ത് വീട് നിർമ്മിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. അത് ഞാൻ ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ തലത്തിലൊക്കെ പറഞ്ഞിട്ടും നമുക്ക് അതിനൊരു പരിഹാരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ധാരാളം മരങ്ങൾ ആളുകളാൽ വെട്ടിനശിപ്പിക്കപ്പെട്ടു പോകുന്നു. ഒരു നടപടി ഇതിന് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് അത് ആ ഒരു മിച്ചഭൂമിയായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു നീക്കം പോകുന്നത്? നടപടികൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോഴും അതിന്റെ നമ്മളിങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അതിന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നു എങ്കിലും അത് അതിന്റെ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് ഇതുവരെയും എത്താൻ സാധിച്ചിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതുപോലെ 3 സെന്റ് കൊടുത്തിട്ടുള്ള ആളുകൾ ഏറ്റെടുക്കാതെ കിടക്കുന്ന ഭൂമിയിൽ ഒരു തീരുമാനമുണ്ടാക്കുന്നതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇപ്പോഴും പഞ്ചായത്തിൽ നിരവധി ആളുകൾ ഭവനരഹിതരായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണെങ്കിലും ഇത്തരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയെ ഉപയുക്തമാക്കണമെന്നുള്ള ആവശ്യം പഞ്ചായത്ത് നിരവധി തവണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിലും അതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ആ ഒരു പ്രവർത്തനവുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് തുടരുക. പഞ്ചായത്തിന്റെ ഭരണത്തിൽ പ്രസിഡന്റിനൊപ്പം നിൽക്കുന്നവരാണ് മെമ്പർമാരെ. ഇനി അവരെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. കിഴക്കേക്കര ശ്രീനി വേണു, രണ്ടാർ അഷ്റഫ് മൊയ്തീൻ, കോട്ടപ്പുറം ശശി KK, തിരുവംപ്ലാവ് ഷെൽമി ജോൺസ്, സെന്റ് സെബാസ്റ്റ്യൻസ് സൗമ്യ ഫ്രാൻസിസ്, പരിക്കപ്പീടിക ബിജു ജോസ്, കാവന പ്രീമ സിമിക്സ്, കാവന ഗവൺമെന്റ് LP സ്കൂൾ ആൽസമ്മ വിൻസൻ, നടുക്കര സെൽവി പ്രവീൺ, പഞ്ചായത്ത് ഓഫീസ് ബിന്ദു ജോർജ്, ആവോലി സാംസ്കാരിക നിലയം ഷാജു വടക്കൻ, PHC ഷഫാൻ VS, കമ്പനിപ്പടി ജോർജ് തെക്കുംപാടം, നിർമ്മല കോളേജ് രാജേഷ് പൊന്നും പുരയിടം എന്നിവരാണ് വാർഡ് മെമ്പർമാരായിട്ടുള്ളത്. ശ്രീമതി ഷെൽമി, കാർഷിക മേഖലയിലടക്കം വിദ്യാഭ്യാസ രംഗത്തടക്കം പഞ്ചായത്ത് മുൻപന്തിയിൽ തന്നെയാണ്. എങ്ങനെയൊക്കെയാണ് കാർഷിക മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് അവിടെ വിലയിരുത്തി വരുന്നത്? കാർഷിക രംഗത്ത് വളരെയേറെ ആളുകൾ നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവന മാർഗമായി സ്വീകരിച്ചവരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സമഗ്രപുരയുടെ കൃഷി വികസനം, തരിശുനില കൃഷി വികസനം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൃക്ഷത്തൈകളും ഫലവൃക്ഷങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നു. കൂടാതെ HDP പോട്ട് വിതരണം നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഏക ഗവൺമെന്റ് LP സ്കൂൾ കാവനയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണുള്ളത്. അതിന്റെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അവിടുത്തെ കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണവും നമ്മൾ നൽകി വരുന്നു. കൂടാതെ പഞ്ചായത്തിന്റെ 2 വലിയ ക്യാമ്പസുകളുണ്ട് നമുക്ക്. ഒന്ന് നിർമ്മല കോളേജ് ഉണ്ട്, ഒന്ന് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതുകൂടാതെ 6 സ്കൂളുകൾ കൂടി നമുക്ക് ഉണ്ട്. എല്ലാ സ്കൂളുകളും തന്നെ ഹരിത സ്കൂളുകളായും ഹരിത ക്യാമ്പസുകളായും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ടോയ്ലറ്റ് സമുച്ചയങ്ങളും എല്ലാം എയ്ഡഡ് സ്കൂളിനും അൺഎയ്ഡഡ് സ്കൂളിനും പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനും മാനസികോല്ലാസത്തിനുമായിട്ട് നമ്മൾ സ്റ്റേഡിയം, പഞ്ചായത്ത് തലത്തിൽ ഒരു സ്റ്റേഡിയം നിർമ്മിച്ച് അവർക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കീഴിലുണ്ടായിരുന്ന 1 ഏക്കർ സ്ഥലം അത് കാടുപിടിച്ച് വൃക്ഷങ്ങൾ നിറഞ്ഞു നിന്നതായിരുന്നു. അതെല്ലാം വെട്ടി നമ്മൾ അവർക്ക് കളിസ്ഥലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ, അതിന്റെ എർത്ത് വർക്ക് ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആവോലി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ആവോലി ഫെസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിയ ഒരു ആവോലി ഫെസ്റ്റ് ഒക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആവോലി ഫെസ്റ്റ് നമ്മുടെ ആനിക്കാട് ചിറ എന്ന് പറയുമ്പോൾ 3 ഏക്കറോളം വരുന്ന ഒരു വലിയ ജലാശയമാണ്.
ഈ ജലാശയത്തോട് ഈ അനിക്കാട് ചിറയെ കഴിഞ്ഞ ഭരണസമിതി വളരെ നല്ല രീതിയിൽ അത് കെട്ടി സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഏവരെയും ആകർഷിക്കത്തക്ക രീതിയിൽ നിലനിൽക്കുന്ന ഈ ചിറ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആശയത്തിൽ നിന്നും നമ്മള് എല്ലാ വർഷവും, അതായത് കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഈ ഭരണസമിതിയുടെ ഒരു ആശയമായിരുന്നു ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുക എന്നത്. അപ്പോൾ അതിന് നമ്മൾ എല്ലാ തരത്തിലുള്ള വിഭാഗം ആളുകളെയും, കുട്ടികളെയും, സ്ത്രീകളെയും, അതുപോലെ തന്നെ വയോജനങ്ങളെയും, യുവാക്കളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റ് ഞങ്ങൾ 2022-23 സംഘടിപ്പിച്ചു. വളരെ വലിയ ഒരു വിജയമായിരുന്നു. നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ, KSSP യൂണിറ്റ് അംഗങ്ങൾ, അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവർക്കും അത് വളരെ ഒരു ആഘോഷപ്രദമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വിജയമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലും അത് തുടർന്ന് അങ്ങനെ 3 വർഷം ഇപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ആവോലി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ജനങ്ങളെല്ലാം ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റ് ആയിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശലമി, ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ നേരിടുന്നത് വന്യജീവി ആക്രമണമാണ്. പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം, ഈ തെരുവുനായ ശല്യം അടക്കമുള്ള ആക്രമണങ്ങളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നത് പഞ്ചായത്ത്? പഞ്ചായത്തില് മറ്റ് വന്യമൃഗ ശല്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായി നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും ഗവൺമെന്റിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വടവുകോട് പുത്തൻകുരിശിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് തല അങ്ങോട്ടും നമ്മൾ നിരന്തരമായിട്ട് പറയുന്നതനുസരിച്ച് ചിലപ്പോഴൊക്കെ നമുക്ക് പട്ടികളെ ടാക്സ് ചെയ്യുന്നതിനുള്ള ആളുകൾ വരാറുണ്ട്. എങ്കിലും അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് പരിഹാരം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ABC പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഫണ്ടുകൾ മാറ്റിവെക്കാറുണ്ടെങ്കിലും അത് യഥാസമയം വിനിയോഗിക്കുന്നതിന് കൂടി നമുക്ക് കഴിയാറില്ല. എന്തായിരുന്നാലും അതൊരു പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നന്ദി ശ്രീമതി ഷെൽവി ജോൺസ്.